ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇലക്കുട്ടീനെ കയാക്കിങ്ങനെ പോയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പം ഞങ്ങൾ ടീ കുടിക്കാൻ പോയപ്പം ഇലോനെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല കേട്ടോ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് മുട്ടയും പഴമ്പൊഴിങ്ങനെ കൊടുത്തിട്ട് തന്നെ കൊണ്ടുവന്നേ. അപ്പം ഇലോനെ കൊണ്ടുപോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുപോകണതിൻ്റെ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ഭയങ്കര കൂളായിട്ടാണ് ഇരുന്നത്. ഞാനാണ് പിന്നെയും പേടിച്ചിരുന്നത്. പിന്നെ കുട്ടിക്ക് നീന്തലൊക്കെ അറിയാം, എന്നാലും എനിക്ക് ഒരു പേടി. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്, എന്തോന്ന് അറിഞ്ഞൂടെ. എനിക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പേടി. പിന്നെ വീട്ടിലൊരാളും കൂടെ ഉണ്ട്, ഓറിയോ. പക്ഷേ അവൾ ഭയങ്കര മുതുക്കാണ്. അപ്പം അവളെ അതിൻ്റെ ഉള്ളിലെടുത്ത് വെക്കാൻ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല, അവളെ എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കുറച്ച് വലിയ ആളല്ലേ അതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമം അവളെ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ. പക്ഷേ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അപ്പം പപ്പീസിനൊക്കെ എലോഡായിട്ടുള്ള ഏതെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇലോനും കൊണ്ട് പോയി. അപ്പം കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ പോകുന്നതാണ് സോളാർ ബോട്ട്. പെർ ഹെഡ് 100 രൂപയാണ്. കയാക്കിങ്ങിനും അതിനും 100 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. നമുക്ക് മണിക്കൂറിനനുസരിച്ച് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കയാക്കിങ്ങിന് പോണത്. പോകുമ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമിനൊക്കെ പോകണം. അപ്പോൾ തൃപ്രയാർ അമ്പലം സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പോകുമ്പോൾ അവിടെ 2 പാക്കേജ് ഉണ്ടാവും. കനാലി ക്രൂയിസ് ഉണ്ടാവും, പുഴയോരം ഉണ്ടാവും. രണ്ടിലും ഏതെടുത്താലും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. കണ്ടോ, ഈ സൺസെറ്റും തൃപ്രയാർ അമ്പലമൊക്കെ കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഒരു 6:30 സമയത്തൊക്കെ അവിടെ ശിവേലി നടക്കുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രണ്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ വഴക്ക് കേൾക്കും. അതുകൊണ്ട് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും. ഞങ്ങൾക്ക് പ്രാവശ്യമായിട്ട് വഴക്കിയിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നീങ്ങിന്നാൽ മതി. അത് ഞങ്ങൾ തൃപ്രയാർ അമ്പലം വരെയാണ് കയാക്കിങ് എടുക്കുമ്പോൾ വരുന്നത്. നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ക്ഷീണിക്കും, പിന്നെ തിരിച്ചും പോകണ്ടേ. അപ്പം പെർ ഹെഡ് 100 രൂപയാണ്. സിംഗിൾ ബോട്ടുണ്ട്, ഡബിൾ ബോട്ടുണ്ട്. പിന്നെ കൊച്ചുങ്ങളെ കൊണ്ടാണെങ്കിൽ ആ ബോട്ടും ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം പോയപ്പം കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. കുഞ്ഞിനൊക്കെ നമുക്ക് സേഫായിട്ട് തന്നെ കൊണ്ടുപോകും, ഒന്നും പേടിക്കേണ്ട. ഇത് തൃപ്രയാർ ബ്രിഡ്ജാണ് കേട്ടോ. ഇതിൽ ഇവിടെ നിന്ന് വേഷം കെട്ട് കാണിക്കണത് അപ്പുറത്ത് ചേട്ടനാണ് പതിക്ക് ചാടാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ ബോട്ടിലോട്ട് പോകാനായിട്ട്. ലാസ്റ്റ് അവൻ്റെക്ക് ഈ വെള്ളം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഫോൺ അവൾക്ക് കൊടുത്തത്. അപ്പോൾ വീഴാൻ പോയി. അപ്പോൾ അവൻ ചെരിഞ്ഞത്. അപ്പോൾ ഇതിന് മൊത്തം വെള്ളം കയറി. ലാസ്റ്റ് എനിക്കിപ്പോൾ 4-5 കുളിച്ചിട്ടൊക്കെ എണീറ്റത്. അപ്പം നിങ്ങൾ പോകുമ്പം സെക്യൂർഡായിട്ട് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇണങ്ങി ഇത് തട്ടിമറിച്ചിടണ്ട. നമ്മൾ സ്ട്രെയിറ്റ് ആയി ഇരുന്നാൽ മതി, പേടിക്കൊന്നും വേണ്ട. എനിക്കൊക്കെ നല്ല പേടിയായിരുന്നു ഇതിൽ കയറാൻ. ഞാൻ കയറിയിട്ട് കുറച്ച് നേരം വരെ പേടിച്ചിട്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സ്മൂത്തായിട്ട് പോവും. ഞങ്ങൾ ഇലോനെയും കുഞ്ഞിനൊക്കെ കൊണ്ടുപോയി വന്നപ്പം ഞാൻ പക്കയും നല്ല സേഫാണ്. അപ്പോൾ ആരും പേടിക്കേണ്ട. ഞങ്ങൾ 5 പേര് പോയിട്ട് 300-400 എന്തൊക്കെ എടുത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നവർ അടുത്തുള്ളവരായതുകൊണ്ട് അവരെപ്പോഴും റേറ്റ് കുറച്ച് തരും. അപ്പോൾ കനാലി ക്രൂയിസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റേറ്റ് കുറവ് ഉണ്ടാവും. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾ വരുന്നവരാണെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്മാപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരെ 30 രൂപ ബസ് ചാർജ് വരുന്നുള്ളൂ. തൃപ്രയാറിനാണെങ്കിൽ വെറും 13 രൂപയേ ഉള്ളൂ. ബൈക്കിന് വരുന്നവരാണെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.